പ്രാദേശിക മാധ്യമങ്ങളിൽ തുടർച്ചയായി വരുന്ന ചില വാർത്തകൾ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയുടെ നിജസ്ഥിതി അന്വേഷിച്ചു പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പിന്നെ ഇവിടെ പരമാവധി പട്ടികളെ കാറിടിക്കലും വെട്ടിയും പിന്നെ കണ്ടെറിഞ്ഞ് ഉപദ്രവിക്കലും വടിയിട്ട് ഉപദ്രവിക്കലും അതിന്റെ വീട്ടിലേക്ക് ചില്ല് വരെ പിള്ളേരുകൾ ചെറിയ ചെറിയ പിള്ളേരുകൾ ചില്ല് ഉറച്ചിലും കണ്ടെറിഞ്ഞിട്ട് വലിയ വലിയ തെറികളാണ് ഇവിടുത്തെ പെണ്ണുങ്ങളും ആണുങ്ങളും പറയുന്നത്. ഞാൻ ഒരു കാരണവശാലും ആകെ കൂടി ഒരു തെറ്റ് ഞാൻ ചെയ്യണമെന്ന് തിരുവനന്തപുരത്ത് ഭക്ഷണം കൊടുക്കണം മാത്രം. വേറെ ഒരു തെറ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതിന് എനിക്ക് ഭീഷണിയാണ്. ഇപ്പൊ എന്റെ കുടുംബത്തിനും എല്ലാവർക്കും ഭീഷണിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിൽ നിർത്തില്ലാന്നും ദുബായിന്ന് വരെ എനിക്ക് എന്റെ ആങ്ങളോട് പറഞ്ഞതിനെ ഭീഷണിപ്പെടുത്തിയതിനെ ഈ നാട്ടിൽ നിർത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇപ്പൊ ഒരു നിലയ്ക്കും തൊഴിലാണ് വിദ്യാഭ്യാസത്തോടെ ജീവിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അറിയുന്നത് ഭക്ഷണം മാത്രം കിട്ടുന്നുള്ളൂ. അത് ഞാൻ ഇത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വീട്ടിൽ പണിക്ക് പോയിട്ടാണ് ഞാൻ തെരുവിട്ട് ഭക്ഷണം കൊടുക്കുന്നത്. അല്ലാണ്ട് വേറെ സമ്പാദ്യമൊന്നും എനിക്കില്ല. എന്റെ കുട്ടികളുടെ ടൈലറാണ്. അപ്പൊ അത് കാരണം കൊണ്ടല്ല അതിന്റെ പഞ്ചായത്തിന് വേണ്ടി അവർ കയറി പഞ്ചായത്തുകാർ വന്നിട്ട് ഇരിക്കാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് എന്നെ ചീത്ത പറയിപ്പിച്ചു. പഞ്ചായത്തുകാർ വന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരോട് വന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലൈസൻസ് ഇല്ല. അപ്പൊ പറഞ്ഞു ലൈസൻസ് അവർക്ക് ഫണ്ടില്ല എന്നാ പറയുന്നത്. പട്ടികളെ കൊണ്ടുപോകാനായിട്ട് ഫണ്ട് അവർക്കില്ലാന്ന്. അത് കാരണം അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ലാന്ന്. അപ്പൊ ഇതൊരു നമ്പർ കളിയുണ്ട്. 2 നമ്പർമാരാണ് ഇതില് നാട്ടുകാരെ എല്ലാം കൂടി കളിക്കുന്നത്. നോട്ട് കളിക്കുന്നത് പൂർണ്ണ വൈരാഗ്യ ബുദ്ധിയാണ് ഇവർ കഴിക്കുന്നത്. എന്നെ പറഞ്ഞ് ഓടിപ്പിക്കാനും എന്റെ കുടുംബത്തിനൊക്കെ ഭീഷണിയാണ്. തൊട്ടിപ്പുറത്ത് മൂലക്കെ വൃത്തികേടുകൾ കാണിച്ച ആണുങ്ങള് അത് കാണുന്ന പെണ്ണുങ്ങളും ഉണ്ട്. കാണിച്ചു കൊടുത്ത് കുട്ടി കാണിച്ചു കൊടുത്ത് ഇവിടെ ശരിയാക്കി തരുന്നുണ്ട്. വലിയ വലിയ ആയുധം പോലെ സാധനങ്ങളൊക്കെ ഭീഷണിയാണ് എനിക്കുള്ളത്. പിന്നെ വഴി നടക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇപ്പൊ ക്യാമറ വെച്ചപ്പോ പങ്കെടു നീങ്ങി ഒരു മൂലക്കെ. എന്നിട്ട് ഞാൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല മര്യാദയിൽ അവര് വന്ന വഴിക്ക് ഇവിടെ ഓടിപ്പോയി. അപ്പൊ അവിടെ ആൾക്കാരൊന്നും കാണാനില്ല. അപ്പൊ ഇവിടെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു കാരണവശാൽ ഈ കേസ് കൊടുത്ത ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത അന്ന് തൊട്ടാണ് ഇവിടെ ജനങ്ങൾ കൂടി തുടങ്ങിയത്. അന്ന് തൊട്ട് ഇപ്പൊ ഇന്നലെ വരെ ഇവിടെ ആൾക്കാർ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഈ വഴി നടക്കാൻ പറ്റില്ല, വണ്ടി ഓടിക്കാൻ പറ്റില്ല. എന്റെ മോനും എന്റെ ഭർത്താവിനും ഭയങ്കര ഭീഷണിയാണ് ഇവിടെ. എനിക്ക് ഒരു നിലയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഗേറ്റ് വെച്ചുകൊണ്ട് കൂടി ഇവിടെ 2 കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു. ഒന്ന് ഇവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായ അങ്കമാലി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചെറിയ റോഡില് ആ കുട്ടിക്ക് ഭക്ഷണം ബാധിച്ചിട്ടുണ്ട്. ഞങ്ങള് ആംബുലൻസ് വിളിച്ചിട്ടാണ് വെളുക്കുന്ന 3 മണിക്ക് 2:30-3 സമയത്താണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയത്. അപ്പൊ വിഷം ഉള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്കാണ് വിഷം ഇട്ടേനെ. ആരെ ഇട്ടേന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ആരെ പേരും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആരെ ഇട്ടേന്ന് അത് പോലീസുകാർ തീരുമാനിക്കട്ടെ. പഞ്ചായത്തില് ലൈസൻസിന് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അവരെന്താ പറയണേ? അവര് തരാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്താ വെച്ചാൽ പരാതി കൊടുത്തിട്ടുണ്ട്. നാട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് വീട്ടിൽ വന്ന് നോക്കിയിട്ട് തരാന്ന് പറഞ്ഞു. ഈ വിഷയം പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഈ വിഷയം ഒക്കെ അറിയാന്നുള്ളതാ. പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അവരും കൊടുത്തിട്ടുണ്ട്. ഈ നാട്ടിലെ മറ്റുള്ള ആളുകളൊക്കെ കൂടി കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാരൊക്കെ. നിങ്ങൾ ഈ സ്കൂട്ടറിലോ ബൈക്കിലോ റോഡിലൂടെ പോകുമ്പോ എന്താ സംഭവിക്കണം? ആരാ എന്താ ചെയ്യണം? ബൈക്കില് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോ നാട്ടുകാരെ പറയാം. എങ്ങനെ വണ്ടി അവിടെ വണ്ടിയിൽ നിന്നിട്ട് ഓർമ്മ നീങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് അവർക്ക് നീങ്ങി നിൽക്കുന്നില്ല. ഇതിന്റെ ഒരു കാരണം അവരെന്താ പറയുന്നത്? നിങ്ങൾ നായകളെ വളർത്തുന്നതിന്റെ പേരിലാണ്. നിങ്ങൾ ഈ നായകളെ വളർത്താനുള്ള ഒരു പ്രേരണ എന്തായിരുന്നു? അതെന്റെ എനിക്കൊരു ഇഷ്ടം കൊണ്ടാണ്. എന്റെ മക്കളെ പോലെയാണ് ഞാൻ ഓരോ നോക്കുന്നത്. അതിനെ എന്നോട് വൈരാഗ്യമാണ്. ഇപ്പൊ ഈ വിഷയത്തില് മാഡം നിങ്ങള് ഹൈക്കോടതിനെ സമീപിച്ചിട്ടുണ്ട്? ഈ വിഷയത്തിൽ ഞാൻ ഹൈക്കോടതിയിൽ ഞാൻ സമീപിച്ചിട്ടുണ്ട്. ഞാൻ സൊസൈറ്റിയിൽ കടം വാങ്ങിച്ചിട്ടാണ് ഞാൻ വീട് പണിതിട്ടുള്ളത്. എനിക്ക് തീരെ കഴിവില്ലാത്തതാണ്. അവിടെ വീട് കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും കടമുണ്ട് സൊസൈറ്റിയിൽ. എനിക്ക് ഒരു നിവർത്തിയില്ല. ഇപ്പൊ ഞാൻ ഓരോ സ്ഥലത്തുനിന്ന് കടം വാങ്ങിച്ചിട്ടാണ് ഡേറ്റ് വെച്ചേനെ. എനിക്ക് ആരും സഹായം ഞങ്ങള് വേറെ ഇവിടെ പ്രാദേശിക ചാനലിലൊക്കെ വാർത്തകൾ വന്നതായി ഞങ്ങൾ കണ്ടിരുന്നു.
അതുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയത്. തെറ്റായ അനുഭവമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ല. പിന്നെ നായ്ക്കള് പണ്ട് അയച്ചു ഡേറ്റ് വെച്ചതോടുകൂടി ഞങ്ങള് ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്ന നായകളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നാട്ടുകാർക്ക് ഒരു ആക്രമണം അങ്ങനെ എന്തെങ്കിലും 12 കൊല്ലായിട്ട് ഒരു നായക്കള് പിള്ളേരെ കടിക്കുന്നോ ആൾക്കാരെ ഉപദ്രവിക്കുന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. കേസ് ഇതുവരെ വന്നിട്ടില്ല. അതേപോലെ ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടർമാരെ സർട്ടിഫിക്കറ്റ് പോലും ഒരാൾക്ക് കൂട്ടിയോടെ. ഇപ്പൊ ഈ നായ്ക്കളൊക്കെ ഞാൻ കണ്ടതുപോലെ തന്നെയാണോ? സ്ഥിരം നിങ്ങളുടെ അവസ്ഥ തന്നെയാണോ നിങ്ങൾ വളർത്തുന്നത്? സ്ഥിരം അകത്ത് തന്നെയാണ്. അവർക്കും പുറത്തായിട്ടാ. പിന്നെ പുറത്തുനിന്ന് ഒരു 8 വരുന്നുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും. ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ചിലപ്പോ 10 മണിക്ക് വരും, ചിലപ്പോ ഒരു 7 മണിക്ക് വരും, ചിലപ്പോ 3 മണിക്ക് വരും. ഏത് സമയത്ത് വന്നാലും നിങ്ങൾ ഭക്ഷണം ഏത് സമയത്ത് വന്നാലും ഞാൻ ഭക്ഷണം ഇപ്പൊ നാട്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് നിങ്ങൾ ഗേറ്റിലൊക്കെ വെച്ച് അതിലൊക്കെ ഉയർത്തി കെട്ടി സേഫ്റ്റി ആക്കി. ഭക്ഷണം കൊടുക്കാറുണ്ട്. 4 പട്ടി മാക്സിമം കാണാനില്ല. അത് അവര് ഭക്ഷണം കൊടുത്തിട്ട് CCTV ക്യാമറ എന്റെ വീടിന്റെ ഉള്ളിൽ കയറ്റിയിട്ടാണ് വെച്ചത്. എനിക്കിപ്പോ പുറത്തേക്ക് പോകുമ്പോഴും വെള്ളോട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നേരെ എന്റെ വീട്ടില് എന്താ നടക്കുന്നതെന്നൊക്കെ അറിയാം. എന്നുവെച്ചാൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇനിയും വിഷം ഇടാനുള്ള ചാൻസ് അവര് ഉണ്ടാവാൻ വഴിയുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ എന്തെങ്കിലും നടക്കുന്ന കുഞ്ഞുങ്ങൾ പുറത്താണ് കൂടുതൽ. അപ്പൊ പുറത്തേക്ക് പോകുന്നതും എന്റെ വീട്ടിലെല്ലാവരും പുറത്തേക്ക് പോകുന്ന കാരണം കൊണ്ട് എനിക്ക് ഭീഷണിയാണ് അവര്. എന്താ വെച്ചാൽ അവരോട് നീക്കാൻ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, നീക്കാൻ പറഞ്ഞിട്ട് അവർ നീക്കിയിട്ടില്ല വരെ. അപ്പൊ ഉത്തരാടത്തിന്റെ അന്നാണ് വിഷം കൊടുത്തേനെ. ഒരു 2 മണിയും 3 മണി നേരത്താണ് മരിച്ചത്. ഒരു കുഞ്ഞ് മരിച്ചു. ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തി ഞങ്ങള് അങ്കമാലിക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങള് മറ്റേ ആംബുലൻസിലാണ് കൊണ്ടുപോയത്. അത് വിഷം നേരിയ തോതിലുണ്ട്. ഒരു കുഞ്ഞിന് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തത് ആ റിപ്പോർട്ട് വന്നിട്ടില്ല. റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ വിഷം ഉള്ളിൽ ചെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് കേസ് കൊടുത്തിട്ടുണ്ട്. ആരാ കൊടുത്തതെന്ന് നമുക്കറിയില്ല. പിന്നെ പറഞ്ഞതിന്റെ കാറ് ഇടിച്ചിട്ട് പരിപ്പോട് കൂടി ഞങ്ങള് ഇവിടേക്ക് മണ്ണുത്തിയിലേക്ക് കൊണ്ടുപോയി ചികിത്സ കൊടുത്ത് ഭേദാക്കിയിട്ടുണ്ട്. ഇപ്പൊ ആ നായക്ക് ഇവിടെ ഉണ്ട്. വൈരാഗ്യ ബുദ്ധിയാണ്. അവര് കാറ് കയറ്റിയിട്ട് തന്നെ വരെ അവര് വണ്ടി ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പോകുമ്പോ അവര് തന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. പൂർണ്ണ വിശ്വാസം എന്റെ കുടുംബത്ത് ഞങ്ങളെ ഇല്ലാണ്ടാക്കണം എന്നാണ് ഇപ്പൊ അവരുടെ വിചാരം. എനിക്കും എന്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങള് ഉണ്ടാവുന്നവരെ 10 പട്ടികൾ വരാറുണ്ട്. അതിൽ ഇവിടെ ജയിച്ചൊക്കെ വെച്ച ആൾക്കൂട്ടർ കാരണം അതിലൊരു 2 ചെയ്യും. ബാക്കിയുള്ളത് ഒരു വർഷം കൂടെ കൂട്ടത്തിൽ ചത്തുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാനില്ല. പറമ്പുകളിലൊക്കെ പോയി നോക്കി കണ്ടില്ല. അതിനിടയ്ക്ക് ഇവിടെ വെൽഡ് ചെയ്യാൻ പറഞ്ഞ ചേട്ടൻ 24-ാം തീയതി ആള് വന്ന് പറയാൻ ഒരു പട്ടി ഇങ്ങനെ വയ്യാണ്ട് കിടക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി നോക്കിയപ്പോ ശ്വാസം മാത്രമേ ഉള്ളൂ. എല്ലാം കൊട്ടി വിഷം കഴിച്ച പോലുള്ള അവസ്ഥയിൽ കിടക്കണ്ടായിരുന്നു. ഇപ്പൊ അതിന് 24-ാം തീയതി തൊട്ട് എന്ന് രാവിലെ മണ്ണൂത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് ഇഞ്ചക്ഷനും ട്രിപ്പൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ 5 മണി. അതായത് ഇവര് ഇത് കാരണം പാവപ്പെട്ടം ഉണ്ടാവാൻ ഞങ്ങൾക്ക് ജീവിക്കാനൊരു രക്ഷയിലുണ്ടായി. ഇവര് വടി കൊണ്ടെടുത്തിട്ടും വാളുകൊണ്ട് വെട്ടിയതും അതിന്റെയൊക്കെ ഫോട്ടോ ഉണ്ടെങ്കിലേ. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് പരാതിപ്പെടാൻ പോയിട്ടില്ല. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. ചെങ്ങാലൂരിൽ തെരുവുനായ്ക്കൾക്ക് ചികിത്സയും ഭക്ഷണവും സംരക്ഷണവും നൽകുന്ന വീട്ടമ്മയ്ക്കും കുടുംബത്തിനു നേരെ രാഷ്ട്രീയ നേതാവിന്റെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും ഭീഷണി. റോഡിൽ അപകടങ്ങളിൽ പെടുന്നതും മനുഷ്യർ റോഡുകളിൽ വലിച്ചെറിയുന്നതുമായ തെരുവു നായ്ക്കളെ എടുത്തുകൊണ്ടുവന്ന് സ്വന്തം മക്കളെ പോലെ വീടിനകത്ത് ചികിത്സയും ഭക്ഷണവും നൽകി സംരക്ഷിച്ചുവരുന്ന വടാശ്ശേരി വീട്ടിൽ ഉമ സുധീഷ്. സമയാസമയങ്ങളിൽ പുറമെ നിന്നും ഉമയുടെ വീട്ടുപടിക്കൽ എത്തുന്ന തെരുവ് നായ്ക്കൾക്കും ഭക്ഷണം നൽകി വരുന്നുണ്ട്. ഇവരുടെ ഈ പ്രവൃത്തി സമൂഹം ആദരവോടെ കാണേണ്ടതാണ്. എന്നാൽ ഈഗോ നിറഞ്ഞ നേതാവിനൊപ്പം കുറച്ചുപേർ ചേർന്ന് ഉമയെയും കുടുംബത്തെയും തെരുവു നായ്ക്കളെയും ബോധപൂർവം ഉപദ്രവിക്കുന്നത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വൈരാഗ്യം തീർക്കുന്നതാണെന്ന് ഉമ പറയുന്നത്. കഴിഞ്ഞ 12 വർഷമായി ഉമ ചെയ്തുവരുന്ന ഈ പുണ്യപ്രവർത്തിക്ക് ഇടയിൽ ഇന്നുവരെ നായ്ക്കളെ കൊണ്ട് ആർക്കും ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടായിട്ടില്ലെന്ന് ഉമറയുന്നുണ്ട്. തെരുവു നായ്ക്കളെ സംരക്ഷിക്കാനും പൊതുജനങ്ങളെ രക്ഷിക്കാനും ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾ തന്നെ ഇത്തരം ദുഷ്പ്രവർത്തികളോട് അനുകമ്പ കാണിക്കുന്നത് നിയമലംഘനവും മനസാക്ഷിയില്ലായ്മയുമാണെന്നും പറയുന്നു. സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന തെരുവ് നായ്ക്കളെ പ്രദേശത്തുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട പഞ്ചായത്ത് അതോറിറ്റി തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാൻ തയ്യാറാകണം. അല്ലാത്തപക്ഷം തെരുവ് നായ്ക്കളെ സ്വന്തം മക്കളെ പോലെ സംരക്ഷിക്കുന്ന ഉമ സുധീഷിന് ആവശ്യമായ സംരക്ഷണം നൽകണം. തെരുവു നായകൾക്ക് വിഷം നൽകി കൊന്നവരെയും പടക്കം എറിഞ്ഞവരെയും കല്ലെറിയുന്നവരെയും ഉമയുടെ വീട്ടിലേക്ക്
CCTV ക്യാമറ സ്ഥാപിച്ച് ഒളിഞ്ഞു നോക്കുന്നവരെയും കണ്ടെത്തി കേസെടുത്ത് മാതൃകാപരമായി ശിക്ഷിക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തെരുനായ്ക്കളെ വളർത്തുന്ന കുടുംബത്തിന് മതിയായ സംരക്ഷണം പോലീസ് നൽകുകയും അവർക്ക് നേരെ അതിക്രമം കാണിക്കുന്നവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.